നമസ്കാരം. ഇത്രയധികം ഇസ്രായേലിൻ്റെ സർവൈലൻസ് ഉണ്ടായിട്ടും ഗസയിലെ ഹമാസിന് എങ്ങനെയാണ് അത്യാധുനിക ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഒക്കെ എത്തുന്നത് എന്നത് ആരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇതിന് ഇസ്രായേൽ മറുപടി നൽകിയത് വിവിധ NGOകളുടെ സഹായത്തിൻ്റെ മറവിലാണ് ഇവിടെ ആയുധങ്ങൾ എത്തുന്നത് എന്നാണ്. ഭക്ഷണ പൊതികൾക്കിടയിൽ തോക്ക് ഒളിച്ചു കടത്തുക എന്നതാണ് ഇതേക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ പറഞ്ഞത്. ഗസയിലേക്ക് വരുന്ന വിവിധ സഹായങ്ങളെ ഇസ്രായേൽ കർശനമായി നിരീക്ഷിക്കാൻ തുടങ്ങിയതോടെ ഹമാസിന് കിട്ടുന്ന ആയുധങ്ങളും കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഭാഗികമായി വെടിനിർത്തൽ വന്ന ഗസയിൽ മറ്റൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഗസയിലെ 37 NGOകളെ നിരോധിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ജീവനക്കാരെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത 37 സഹായ സംഘടനകളെ ജനുവരി 1 മുതൽ ഗസയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിരോധിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ സമർപ്പിക്കാനുള്ള NGOകളുടെ സമയപരിധി ബുധനാഴ്ച അർദ്ധരാത്രി അവസാനിച്ചതോടെ നിരോധനം പ്രാബല്യത്തിൽ വരും. തീവ്രവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായോ ഹമാസുമായി ബന്ധമുള്ളതായോ കണ്ടെത്തിയിരിക്കുന്ന ജീവനക്കാർ ഉൾപ്പെടുന്ന NGOകളെയാണ് ഇസ്രായേൽ നിരോധിക്കുന്നത്. ഈ 37 NGOകളിൽ ഇന്റർനാഷണൽ മെഡിക്കൽ ചാരിറ്റി ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളായ ഇസ്ലാമിക് ജിഹാദ്, ഹമാസ് എന്നിവയുമായി ബന്ധമുള്ള 2 സ്റ്റാഫ് അംഗങ്ങളെയാണ് ഈ സംഘടന നിയമിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ, വേൾഡ് വിഷൻ ഇന്റർനാഷണൽ, കെയർ ഓക്സ്ഫാം എന്നിവ പട്ടികയിലുള്ള മറ്റ് സംഘടനകളാണ്. ഭീകരതയെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിക്കുന്ന സംഘടനകൾ ഫലസ്തീൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നത് തടയുന്നതിനാണ് പുതിയ നിയന്ത്രണങ്ങളെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അതേസമയം ഈ തീരുമാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഫലസ്തീനിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ് എന്ന UNRWA എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന. പക്ഷേ ഇതിനെതിരെയും ഹമാസ് ബന്ധത്തിന്റെ പേരിൽ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നുകയറി നടന്ന ഭീകരാക്രമണങ്ങളിൽ UNRWAയിലെ 4 അംഗങ്ങൾ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇവരെ പിന്നീട് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇസ്രായേൽ പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗസയെ ഫലത്തിൽ നിയന്ത്രിക്കുന്നത് ഈ പ്രോ ഹമാസ് സംഘടനയായ UNRWAയാണെന്ന് പറയാം. ഫലസ്തീൻ അഭയാർത്ഥികളുടെ സംരക്ഷണം അവകാശപ്പെട്ട് 1947 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് അടിയന്തര സഹായം നൽകാൻ താൽക്കാലികമായി രൂപീകരിച്ച UN ഏജൻസിയാണ് UNRWA. പക്ഷേ അത് ദശകങ്ങളോളം തുടർന്ന ഒരു സ്ഥിര സ്ഥാപനമായി മാറി. ഗസ പട്ടണം, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ലബനൻ, സിറിയ എന്നിവിടങ്ങളിലായിരുന്നു ഇതിൻ്റെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത്. ഒക്ടോബർ 7 അതിക്രമത്തിൽ വരെ UNRWAയുടെ പങ്ക് തെളിയിക്കപ്പെട്ടിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി അട്ടിമറിച്ച സ്കൂളുകൾ, കോളേജുകൾ എന്നിവ തീവ്രവാദ പരിശീലന കേന്ദ്രമായി. UNRWA ഓഫീസുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അഭയാർത്ഥി കേന്ദ്രങ്ങൾ എന്നിവ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയുധ കളരികളായി. യുദ്ധത്തിലെ കാഷ്വാലിറ്റിയും മരണക്കണക്കുകളും അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഇതേ UN സ്ഥാപനമാണ്. ഹമാസിന്റെ ഗസ ആരോഗ്യ മന്ത്രാലയമായിരുന്നു ഇത് നിയന്ത്രിച്ചിരുന്നത്. UN ആധാരമായി എടുത്തിരുന്നതും ഇതേ ഏജൻസിയാണ്. ഇപ്പോൾ ഇസ്രായേൽ കർശനമായ നടപടിയാണ് UNRWAയ്ക്ക് നേരെ എടുക്കുന്നത്. UNRWAയിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും അവർ തടഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ നീക്കത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചിട്ടുണ്ട്. UNRWAയെ അപകീർത്തിപ്പെടുത്തുന്നതിനും അതുവഴി ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്നതിൽ അതിൻ്റെ പങ്ക് തടയുന്നതിനുമുള്ള തുടർച്ചയായ ക്രമാനുഗതമായ പ്രചാരണത്തിൻ്റെ ഭാഗമാണിതെന്ന് UNRWA കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാന്റിനിയും പറയുന്നു. 2024 ഇസ്രായേൽ പാർലമെന്റ് ഈ ഏജൻസി രാജ്യത്ത് പ്രവർത്തിക്കുന്നത് നിരോധിക്കുകയും ഉദ്യോഗസ്ഥർ ഏജൻസിയുമായി ബന്ധപ്പെടുന്നത് നിരോധിക്കുകയും ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അതിപ്പോഴാണ് കർശനമാക്കുന്നത്. അമേരിക്ക, ജർമ്മനി, UK, കാനഡ, ഓസ്ട്രേലിയ, നെതർലാൻഡ്സ്, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഫിൻലാൻഡ്, സ്വീഡൻ, ജപ്പാൻ, ഓസ്ട്രിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ UNRWAയ്ക്ക് നേരെ കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും നിർത്തലാക്കുകയാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇതോടെ UNRWA പൂർണ്ണമായും കടലാസ സംഘടനയായി മാറുമെന്നാണ് ജെറുസലേം പോസ്റ്റ് പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത്.